നിനക്ക് വേണമെങ്കിൽ വേറെ വെള്ളം എടുത്തോ, അമ്മയോട് പറഞ്ഞാൽ മതി, ചൂടാക്കി തരും, എന്നോട് വഴക്കിടണ്ടെന്നും പറഞ്ഞ് ചെറുക്കനെ പറഞ്ഞു വിട്ട് ഇവള് ടവല് ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി കതകി മുട്ടും. പക്ഷെ കതക് തുറക്കുന്നില്ല. ഇവള് ബലമായിട്ട് കതക് തള്ളുമ്പോൾ അകത്താരെയും കാണുന്നില്ല. പക്ഷെ വെള്ളം ഒഴിക്കുന്ന ശബ്ദം നേരത്തെ കേട്ടിരുന്നു. ഇവള് ഞെട്ടി പുറത്തു വന്നിട്ട് അമ്മയെ വിളിച്ച് പറയും, അമ്മേ, ടീവോനെ കണ്ടായിരുന്നോ? കുറച്ചു മുന്നേ ഇവിടെ കുളിക്കാൻ വന്ന് കയറിയതാ, പിന്നെ എവിടെ പോയിന്നറിയില്ല. അപ്പൊ അമ്മ ചിരിച്ചിട്ട് പറയും, നീ സ്വപ്നം കണ്ടതാണോടി? വരെ കുഞ്ഞു പള്ളയിലുള്ളതുകൊണ്ട് നിന്റെ സ്വപ്നം കാണല് കൂടിപ്പോയി. ഡീവോ അച്ഛന്റെ കൂടെ പോയതല്ലേ, നാളെ കാലത്തേ വരുള്ളൂ, അത് നിനക്കറിയില്ലേ? ഇത് കേട്ടുടനെ അവള് പേടിച്ചിട്ട്, അമ്മയെ, ഞാൻ ശരിക്കും അവനെ കണ്ടതാ. അപ്പൊ ഞാൻ കണ്ടത് എന്തായിരുന്നു? അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല. അമ്മ അവളെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകും, എല്ലാം തോന്നലാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് നമ്മുടെ മോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആൾക്കാർ കിടന്ന് ഉരുകിപ്പൊളയുന്ന ശബ്ദം. ഇവള് മെല്ലെ അടുത്ത മുറി ചെല്ലുമ്പോണ്ട് അവിടെ ഇവളും ഇവളുടെ അമ്മയും അനിയനും ഇരിപ്പുണ്ടാവും. ഒരു പ്രേതം ഇവൾക്ക് പ്രസവം നോക്കുക. അതിനെ കണ്ട് പേടിച്ച് ഇവള് നിലവിളിച്ച് ഞെട്ടി എഴുന്നേക്കുമ്പോൾ കണ്ടതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ശരിക്കും പ്രേതം അടുത്തിരിപ്പുണ്ട്. അവൾ അമ്മയുടെ മേക്കപ്പ് കണ്ട് വീണ്ടും വാ പൊളിച്ച് കരയും. അവളെ നിലവിളി കേട്ട് അമ്മയും തൊള്ള വിളിച്ച് കരയാണ്. എന്താടി പറ്റിയെന്ന്. മുഖം കഴുകിയിട്ട് കിടന്നാൽ പോരായിരുന്നു തള്ളെ, ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട്. ഇവരങ്ങനെ പരസ്പരം പേടിച്ച് നിൽക്കുമ്പോഴാണ് ഡാഡിയും മരുമോനും ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. എന്താടി ഇവിടെ ബളം ചോദിക്കുമ്പോൾ മോള് പറയും, ഞാനൊരു പ്രേതത്തിനെ കണ്ടെന്ന്. മരുമോൻ സമാധാനിപ്പിക്കും, അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു, നീ ഇത്രയും നേരം ഉറക്കത്തിൽ കണ്ട സ്വപ്നം, അത് പേടിക്കില്ലേ എന്ന് പറയുമ്പോൾ കൊച്ചുമകൻ, എല്ലാ കിവോൺ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെല്ലാവരെയും പ്രേതം ഓഫറിംഗ് ആയിട്ട് കൊന്നെടുത്താലോ, നമ്മളൊരു ബലിദാനക്കാരാണോ എന്നിങ്ങനെ പറയുമ്പോൾ, നിന്റെ ചെറിയ വാ വെച്ച് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു പോകരുത്, മേലി വാ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ വായ അടപ്പിക്കും. പിറ്റേന്ന് മന്ത്രിച്ച കുറേ മുളം കമ്പുകൾ അമ്മ വീടിന് ചുറ്റും തറച്ചു വെക്കാൻ പറയുന്നുണ്ട്, പ്രേതം പിടിക്കാതിരിക്കാൻ. പിന്നെ മോളെ തുണിയിൽ ഒരു വെളുത്തുള്ളിയും കുത്തിവെക്കും. വെളുത്തുള്ളി കണ്ടാൽ പ്രേതം വരൂലേ? അങ്ങനെ ഒരു സയൻസ് ഉണ്ടോ? പണ്ട് പാമ്പിനെ കാണുമ്പോൾ വെളുത്തുള്ളി ചതച്ച് വീടിന് ചുറ്റും തെളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പ്രേതത്തിന് വെളുത്തുള്ളി പേടിയാ? ഇനിയിപ്പോൾ ഉരകജന്തു ആയതുകൊണ്ടാണോ? അത് കഴിഞ്ഞ് വൈകിട്ട് മോൻ സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനും അമ്മയും അകത്ത് വഴക്ക്. ഈ വീട് വിട്ട് പോണം എന്ന് പറഞ്ഞ് അപ്പനോട് അമ്മ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. പണ്ടാരം വീടിനകത്തൊരു സ്വസ്ഥമില്ല എന്ന് പറഞ്ഞ് ഇവൻ പടിത്തിണ്ണെ തന്നെ ഇരിക്കുമ്പം ചേച്ചി വന്ന് അനിയനെ വിളിക്കും. അപ്പനും അമ്മയും അവിടെ ബഹളം വെച്ചോണ്ടിരിക്കുക. നീ വായോ, നമുക്ക് കളിക്കാൻ പോവാന്ന് പറഞ്ഞ് ചേച്ചി അനിയനെയും വിളിച്ച് നടക്കാൻ തുടങ്ങും. നടന്ന് ഇവർ കാടിനകത്തെത്തി. ഇവനിങ്ങനെ ഓരോ കഥ പറയുക. സ്കൂളിൽ അതുണ്ടായി, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അവിടെ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവർ പോവുക. ആ സമയത്ത് വീട്ടില് ശരിക്കുള്ള ചേച്ചി വന്ന് നോക്കുമ്പം ചെറുക്കനെ കാണുന്നില്ല, അവന്റെ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനെ വിളിച്ചുകൊണ്ട് പോകുന്ന എന്താ? കാടിനകത്ത് കുറെ ദൂരം വന്നപ്പം ചെറുക്കന് സംശയമാവും. നമ്മൾ എങ്ങോട്ടാ പോണ ചേച്ചി, ഒന്ന് നിൽക്കെന്നും പറഞ്ഞവൻ കൈ പിടിച്ച് പെണ്ണിനെ നിർത്തുമ്പോൾ ചേച്ചിയുടെ കാലിൽ കൂടെ രക്തം വാർന്നൊഴുകുന്നു. അതിങ്ങനെ മെല്ലെ തിരിയാണ്, ഉണങ്ങിക്കരിഞ്ഞ മോന്തയായിട്ട്. ഇവൻ കണ്ട് നിലവിളിച്ച് വാവിളിച്ചൊരൊറ്റ ഓട്ടം, അമ്മാ പ്രേതം എന്ന് പറഞ്ഞ്. ഈ പ്രേതങ്ങൾ എന്താണെന്നറിയോ, ഒരു കോലം കെട്ട രീതിയിലുള്ളത്. ചന്തമായിട്ട് വന്നു കഴിഞ്ഞാൽ കാടിനകത്ത് വെച്ച് ആരെങ്കിലും കയറി. ആണുങ്ങളുടെ സ്വഭാവം ശരിയല്ല. സോ അതും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കരിഞ്ഞ രൂപമായിട്ട് നടക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചത് സംഭവം. ചെറുക്കൻ ഓടിപ്പോയി. അവൻ എവിടെയാ പോയെന്നറിയില്ല. ഇപ്പൊ സന്ധ്യയായി. കുറെ നേരമായിട്ടും ചെക്കനെ കാണുന്നില്ല. അമ്മ ആകെ ബേജാറായിട്ട് ഇവരോട് എവിടെയെങ്കിലും ചെന്ന് ചെറുക്കനെ പിടിച്ചോണ്ട് പോവാ, അവൻ എങ്ങോട്ടാണോ പോയത്, എനിക്കൊരു സമാധാനമില്ലെന്ന് പറഞ്ഞ് അവർ കരയായിരിക്കും. അപ്പൊ ഈ കോലം പറയും, ഒരുപക്ഷെ മിമിന്റെ പ്രേതമായിരിക്കുമോ ചെക്കനെ വിളിച്ചോണ്ട് പോവാ. മിണ്ടാതിരിക്കടാ, മിമിന്റെ കാര്യം മിണ്ടിപ്പോകലേന്ന് പറഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുന്നു. അപ്പൊ അപ്പൻ എഴുന്നേറ്റ് വന്നിട്ട് പറയും, നീ പേടിക്കണ്ട പെണ്ണെ, അവൻ എവിടെയെങ്കിലും കളിക്കാൻ പോയതായിരിക്കും, തിരിച്ചു വരാനുള്ള വഴി അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലാതെ പ്രേതവും പിശാചുമല്ല. ഞാൻ ചെറുക്കന്മാരെയും വിളിച്ചിട്ട് അവനെ തപ്പി ഇറങ്ങാന്ന് പറഞ്ഞ് ഇവരോരോ ടോർച്ചും എടുത്ത് കാട്ടിലേക്ക് ചെറുക്കനെ തപ്പിയിറങ്ങും. ആ സമയത്ത് മരുമോനും ചെറിയ അസിസ്റ്റന്റും കൂടെ നമ്മുടെ പീഡികത്താത്തനെ കാണാൻ പോവാണ്. മുത്തശ്ശ, റേഞ്ചറെ മോനെ കാണുന്നില്ല, അവനെ ആരെങ്കിലും കടത്തി കൊണ്ടുപോയിട്ടുണ്ടാവോ, ഞങ്ങൾക്ക് പേടിയാന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, മനുഷ്യന്മാരെ കടത്തുന്ന ആരും ഈ നാട്ടിലില്ല, അതിനേക്കാളും വിലയുള്ള മരമുണ്ട് ഈ നാട്ടില്, പിന്നെന്തിനാ മനുഷ്യനെ കടത്തുന്ന? ഇനി കുഞ്ഞിനെ കടത്തിയത് മനുഷ്യനല്ല പ്രേതമാണെങ്കിലോ? അങ്ങേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിതെറ്റിപ്പോയ കുഞ്ഞു പയ്യൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് അവസാനം വീടിനടുത്തുള്ള ആ ശ്മശാനത്തിലേക്ക് എത്തി. നമ്മൾ നേരത്തെ കണ്ട ആ മരംഭൂതം, അയാൾ മരത്തിരുന്ന് ഇപ്പോഴും പാട്ടുപാടുക, രാജാത്തി രാജാത്തി. പെട്ടെന്നാണ് ഈ ചെറുക്കൻ ആരോ കയറി പിടിക്കുക. നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയും, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാൻ മോനെ, നിന്നെ വീട്ടിലെല്ലാരും അന്വേഷിക്കല്ലേ? മോൻ പറയും, മുത്തശ്ശ, ഞാനൊരു സാധനം കണ്ടു. അവൻ കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശൻ പറയും, മിണ്ടല്ലേ കാണിക്കരുത്, അതിനെ കാണിക്കരുത്, കൂടുതൽ കാര്യങ്ങൾ വഷളാവും.
പിന്നെ അതിനെ കണ്ട കാര്യം നീ ആരോടും പറയുകയും ചെയ്യരുത്, മനസ്സിലായല്ലോ? മോൻ ഇത് വെച്ചോന്നും പറഞ്ഞ് പുള്ളി മന്ത്രിച്ചൊരു തകട് ചെറുക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വായ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പയ്യനെയും വിളിച്ചുകൊണ്ട് പോകും. ഇവിടെയാണെങ്കിൽ കുട്ടിയെ കിട്ടാത്തതുകൊണ്ട് ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വന്ന് കെട്ടിയോളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യത്തിന് ആ സമയത്ത് നമ്മുടെ കുഞ്ഞുമോൻ കയറി വരും. ഇവിടെ എന്താ നിലവിളിയെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തെങ്ങുംപട്ട വെട്ടി തലക്കിട്ടടിച്ച് കൊന്നേനെ. പക്ഷെ അവരെ നാട്ടിൽ കുറച്ചുകൂടെ വൃത്തിയുള്ള ഡാഡി മമ്മിയാ. അവർ ഓടിച്ചെന്ന് മോനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ എത്ര പേടിച്ചു എന്നറിയോ? മോനെ എവിടെ പോയിരിക്കുകയായിരുന്നു? അവൻ പറയും, ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ, ഇരുട്ടിയത് മനസ്സിലായില്ല, നടക്കാൻ ഇറങ്ങേ, വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അവിടെ വരുന്നത്, എനിക്ക് അറിഞ്ഞില്ല അപ്പാ, വഴി തെറ്റിപ്പോയി, പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടിയപ്പം ഒരു വഴിപോക്കനാ വഴി കാണിച്ചെന്ന്. അമ്മ പറയും, ഇനി മേലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോരുത്, സ്കൂൾ വിട്ടു വന്ന വീട് വിട്ട് എങ്ങോട്ടും ഇറങ്ങിപ്പോരുത്, മോന് വേണ്ടതെല്ലാം അമ്മ തരാം, മോൻ്റെ കൂടെ ഇനി അമ്മ കളിക്കാനും കൂടാം, ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോരുതെന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ചേച്ചി പെണ്ണിന്റെ വാട്ടർ ബ്രോക്കായി കുഞ്ഞ് പുറത്തു വരാനുള്ള സമയമായി. ഇനി എത്രയും പെട്ടെന്ന് അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കണം, ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയറ്റ്, നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് അമ്മ പറയുമ്പോൾ അച്ഛൻ പറയും, അതിനുള്ള സമയമില്ല, ആശുപത്രി ഒരുപാട് ദൂരെയാ, ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും പ്രസവം നോക്കുന്ന ആയമാരെ വിളിക്കുന്നും പറഞ്ഞ് ഇവരോടിച്ചെന്ന് ഒരു ആയനെ വിളിച്ചോണ്ട് വരും. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ പ്രസവം നോക്കുകയാണ് ഇവര്. ഇവള് വേദനിക്കുമ്പോൾ കെട്ടിയോന്റെ കൈ മാന്തി പറിച്ച് അതിൽ ഇറച്ചി പൊളിച്ചെടുക്കുമ്പോഴേക്കും കുഞ്ഞ് പ്രസവിച്ചു. അങ്ങനെ ചന്തമുള്ളൊരു സമാധാനത്തിന്റെ കുഞ്ഞാവ പിറന്നിട്ടുണ്ട്. അമ്മ പറയും, ഇപ്പൊ നീ ഒരു അമ്മയായി ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ നോക്കണം, നിന്നെയും ശ്രദ്ധിക്കണം. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ സാധാരണ വിഷയമല്ല. ഇത് കേൾക്കുമ്പോൾ മകള് ചൂടാവും. ഞാൻ പെണ്ണായിട്ടേ ജനിക്കണ്ടായിരുന്നു, ഒരു പെണ്ണ് ഇങ്ങനെ വേണം, ഒരു ഭാര്യ അങ്ങനെ വേണം, ഒരു അമ്മ ഇങ്ങനെ വേണം, എന്തോരം പാടാണ്. എന്റെ കെട്ടിയോനെ കണ്ടോ, ഇനിയും PP വണ്ടി ഓടിച്ച് നടക്കാവൻ, ഒരു മാറ്റവുമില്ല. ഒരു പെണ്ണായതുകൊണ്ടുള്ള ഭാരിച്ച ചുമതല മുഴുവൻ ഞാൻ, അവന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അമ്മ പറയും, ഒരു പെണ്ണാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് ഈ ഭൂമിയിൽ. അവൾ അവളെയും നോക്കി അവൾക്ക് ചുറ്റുമുള്ളവരെയും നോക്കുമ്പോൾ ഭംഗിയുള്ള ലോകമുണ്ടാകുന്നു, ഭംഗിയുള്ള മാതൃത്വമുണ്ടാകുന്നു, സമാധാനം നിലനിൽക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ അമ്മ പറയും. അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ ഇളയ മോൻ ഈ കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറക്കം വരാതെ ചേച്ചിയുടെ മുറിയിലേക്ക് കയറി ചെല്ലാണ്. അപ്പൊ ചേച്ചി കട്ടില് കണ്ട ശവാന്ന് പറഞ്ഞ പോലെ കിടപ്പുണ്ടാവും. കുഞ്ഞാണെങ്കിൽ വാവിട്ട് കരയുക. അതിനൊന്നും അവള് ശ്രദ്ധിക്കുന്നില്ല. ഈ പയ്യൻ നോക്കുമ്പോൾ കുഞ്ഞ് ജനാല നോക്കി കരയാണ്. ജനാലയിൽ എന്തോ കണ്ടതുപോലെ. ജനാലയ്ക്ക് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രേതക്കൈ പെട്ടെന്ന് ഞെട്ടിച്ചെറുക്കൻ തിരിച്ചു വരും. അപ്പോഴാണ് അമ്മ അവന്റെ പുറകെ വന്ന് നിൽപ്പുണ്ടാവുക. ഇവൻ അമ്മയെ വിളിച്ച്, അമ്മേ ഞാനൊരു കൈ കണ്ടു എന്ന് പറയും. അമ്മ നോക്കുമ്പോൾ കൈയൊന്നും കാണാനില്ല. അവര് കുഞ്ഞിനെയും കയ്യിലെടുത്ത് താലോലിച്ച് അതിന്റെ കരച്ചിൽ മാറ്റി കിടത്തിയിട്ട് തിരിച്ചു പോവാണ്. കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ മേത്തേക്ക് ഓരോ പല്ലികളായിട്ട് വീഴാൻ തുടങ്ങി. ഇവള് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ മുറി മുഴുവൻ പല്ലികൾ. കാറിക്കൂവും പെണ്ണ് അമ്മയും അനിയനും ഓടി വന്നു. അപ്പോഴാണെങ്കിൽ ഇവിടെ നിന്നില്ലാതെ ഈ മരുമോനും വന്നിട്ടുണ്ട്. അവര് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയതെന്ന് തോന്നുന്നു. അപ്പൻ ബൈക്ക് പാർക്ക് ചെയ്യുന്നുണ്ടാവും. മോൻ ഓടിച്ചെന്ന് അപ്പനെയും വിളിക്കും, അപ്പാ വീട് നിറച്ചും പല്ലികളാ, എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അപ്പൻ ചെന്ന് നോക്കുമ്പോൾ മോളുടെ മുറിയിൽ മാത്രമല്ല, വീട് നിറച്ചും പല്ലികള്. പെട്ടെന്ന് കരണ്ടും പോകും. അകത്ത് കുഞ്ഞൊറ്റയ്ക്ക് കിടക്കുക, നിങ്ങൾ ചെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ ഇയാൾ കയ്യിലൊരു തീപ്പെട്ടിയുമായിട്ട് അകത്തേക്ക് കയറിപ്പോവും. മൊത്തം ഇരുട്ട് മാത്രം. അകത്ത് പോയി ഇയാള് തീപ്പെട്ടി ഓരസി തീ കത്തിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പറഞ്ഞ് ഊതി അത് കെടുത്തുക. അവസാനം കത്തിക്കുമ്പോൾ പാത്രം കഴുകുന്ന സോപ്പിട്ട് മുടി ഒളിച്ചതുപോലെ പിരിപിരാന്നും പറഞ്ഞ് ആ പ്രേതം പുറകെ നിപ്പുണ്ട്. പിന്നെ അവസാനം എങ്ങനെയോ അപ്പൻ ആ മെഴുകുതിരി കത്തിച്ചു. അങ്ങേര് ആ മെഴുകുതിരി കൊണ്ടുവന്ന് ഹാളി വെക്കും. പേടിക്കണ്ട, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, നീ ചെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞു വിട്ടാണ്. മോള് ചെന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനെ തൊട്ടില്ല, കാണുന്നില്ല. അവള് കരഞ്ഞ് നിലവിളിച്ച് കുടുംബത്തെ വിളിച്ചു വരുത്തിയിട്ട് കുഞ്ഞിനെ കാണുന്നില്ല, ഇവിടെ കിടത്തിയതാ, അവൾ എവിടെ പോയിന്നറിയില്ല, എന്റെ കുഞ്ഞെവിടെയെന്ന് പറഞ്ഞ് കരയുക. അപ്പം മോളെ സമാധാനിപ്പിച്ചിട്ട്, പേടിക്കണ്ട മോളെ, കുഞ്ഞെവിടെ പോവാനാ, നമുക്കിവിടെ നോക്കാം, നീ കരയാതിരിക്കുന്നും പറഞ്ഞ് ഇവര് വീടിന് ചുറ്റും തെരഞ്ഞെടുക്കുക കുഞ്ഞിനെ. എന്തോ തൊട്ടിലേക്ക് കിടത്തിയ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു പോയതുപോലെയാണ് അപ്പന്റെ റിയാക്ഷൻ. കുഴപ്പമൊന്നുമില്ല, അതിവിടെ എവിടെയെങ്കിലും കാണും. ഇവരന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ ചെറിയ മോനില്ലേ, അവൻ ഈ കുഞ്ഞിന്റെ ശബ്ദം കേട്ട് ഓരോ മുറിയിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ ഇവന്റെ പുറകെ കൂടെ ആ മുടിവിരിച്ച പ്രേതം ഈ കുഞ്ഞിനെയും കയ്യിലെടുത്ത് എങ്ങോട്ടോ നടന്നു പോവുക. ഇവൻ എവിടെ നിൽക്കുന്നോ അതിന് പുറകിലൂടെയാണ് ഈ സാധനം നടന്നു പോകുന്നത്, ഇവനെ കാണാതെ. എന്നാൽ അവസാനം വീടിന്റെ പിൻവാതിലിന് മുന്നിലായിട്ട് ഇവൻ ആ പ്രേതത്തിനെ കണ്ടു. പെട്ടെന്ന് ആ പ്രേതം തല കീഴെ ഈ കുഞ്ഞിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുക. പേടിച്ചവൻ തൊള്ളയിട്ട് കാറുമ്പോൾ വീട്ടുകാർ ഓടി വരുന്നു. അവര് നോക്കുമ്പോൾ അവൻ പേടിച്ച് മുഖം പൊത്തി ഇരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് പറയുന്നില്ല. അപ്പോഴേക്കും മരുമകൻ ആ ഗ്രാമവാസികളുടെ വീട്ടിലേക്കൊക്കെ ചെന്ന് എന്റെ കുഞ്ഞിനെ കാണാതായി, ഒന്ന് തേടിപ്പിടിക്കാൻ സഹായിക്കുമെന്ന് ചോദിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടും.
ഈ നേരത്ത് നമ്മുടെ അപ്രസെന്റികൾ മഴയായതുകൊണ്ട് പുതച്ചു മൂടി കിടക്കാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ഡാഡി വന്ന് അസിസ്റ്റന്റുമാരെ വിളിക്കുന്നു. എന്റെ പേരക്കുട്ടിയെ കാണാതായി, തേടി പിടിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കോ, ഒന്ന് എളുപ്പം വരുമെന്ന് ചോദിക്കും. ഉടനെ ചെറിയ ആള് ചെന്ന് നമ്മുടെ എലുമ്പനെ വിളിക്കുന്നുണ്ട്. അണ്ണാ ബോസ് വിളിക്കുന്നു, അങ്ങേരെ പേരക്കുട്ടീനെ കാണാനില്ലാത്രേ, നമുക്കൊന്ന് പോയി തേടണം. ഇത് കേട്ട് പുള്ളിക്കാരൻ പറയും, അയാളെ കുടുംബത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോരുത്തരെ കാണാതാവുക, എന്നിട്ട് അതും തേടി നടപ്പാ നമ്മുടെ പണി. നമ്മളിവിടെ മരത്തിന് കാവൽ വന്നതോ അതോ അയാളുടെ കുട്ടികൾക്ക് കാവൽ വന്നതോ? ആ പ്രാന്തം കുടുംബം വന്നത് മുതൽ തൊല്ലയാണ്. ഇവൻ അറിയില്ലായിരുന്നു ബോസ് ഇവിടെ വന്ന് നിപ്പുണ്ടെന്നുള്ളത്. അണ്ണാ ബോസ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ചാടി ഇറങ്ങി വന്നിട്ട്, കുഞ്ഞുകുട്ടീനെ കാണാനില്ലെന്നോ, ഇനി ഒരു സെക്കൻഡ് പോലും നിന്നൂടാ, വായോ വായോ നമുക്ക് പെട്ടെന്ന് പോയി തപ്പാന്നും പറഞ്ഞ് ബോസിനെയും വിളിച്ച് ഇവരെല്ലാവരും വീട്ടിലേക്ക് വരും. അപ്പോഴേക്കും നാട്ടുകാരും കുറെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. അവരോടും പരിസരത്തുള്ള കുറ്റിക്കാടെല്ലാം പോയി അരിച്ചു പെറുക്കി കുഞ്ഞിനെ നോക്കാൻ പറയും. അങ്ങനെ എല്ലാവരും കൂടെ പുറപ്പെടുകയാണ്. കയ്യിൽ ടോർച്ച് ലൈറ്റുമായിട്ട് കുഞ്ഞിന്റെ പേരും വിളിച്ച്, കുഞ്ഞേ കുഞ്ഞേ നീ എവിടെ, കുഞ്ഞിപ്പാപ്പം കുടിക്കാൻ വാങ്, കുഞ്ഞേ കുഞ്ഞേ നീ എവിടെയെന്നും പറഞ്ഞ് എന്തോ അത് വിളിയേക്കുന്ന പോലെ അതിന്റെ പേരും വിളിച്ചടക്കുക. ഈ സമയത്ത് നമ്മുടെ മരുമോൻ ബീഡിത്താത്തനെ ചെന്ന് കണ്ടിട്ട്, മുത്തശ്ശന്റെ കുഞ്ഞിനെ കാണാനില്ല, ഞങ്ങൾ എല്ലായിടത്തും നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ ബീഡിത്താത്ത, കുഞ്ഞിനെ കാണുന്നില്ല എന്നാണെങ്കിൽ മിമ്മിനായിരിക്കും അതിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നത് മിമ്മിന് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ശല്യപ്പെടുത്തിയത്. അത് അവളുടെ താവള. അവളൊരു കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, മോഹിച്ചതായിരുന്നു. ഇപ്പൊ അങ്ങനൊരു കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കിട്ടിയപ്പം അതിനെടുത്തോണ്ട് പോയതാവും. മരുമോൻ മുത്തശ്ശനോട് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയും. മുത്തശ്ശനാണെങ്കിൽ, എനിക്കതിനുള്ള ശക്തിയില്ല മോനെ, ഞാൻ പണ്ടേ പോലെയല്ല, വീക്കാണ്, എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം, കൊച്ചു കുഞ്ഞല്ലേ, അതിനങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ താലത്തി 2 വെറ്റിലടക്കിയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഇവരെയും പിടിച്ചിരുത്തി, പണ്ടത്തെ പോലെ എനിക്കിപ്പോൾ ശക്തിയൊന്നുമില്ല, എന്നാൽ കഴിയുന്നത് ഞാൻ ശ്രമിക്കാം, നിങ്ങളെ കൈവിടില്ല എന്നും പറഞ്ഞ് സാമ്പ്രാണിപ്പൊടിയൊക്കെ വെതറി കൈ തൂക്കി പ്രതിജ്ഞ ചെയ്യാൻ തുടങ്ങും. ഇന്തോനേഷ്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്തോനേഷ്യൻ പ്രേതങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇതും പറഞ്ഞ് പുള്ളി നിലത്തേക്ക് കിടക്കുമ്പം ഇതേ വീട്ടിൽ മനുഷ്യരുടെ ലോകമല്ലാതെ ആ പ്രേതത്തിന്റെ ലോകത്തേക്ക് എൻ്റർ ആവാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം, അവിടെ കളറൊന്നുമില്ല, പ്രേതല്ലേ, അതിന് കണ്ണ് കാണില്ല. അങ്ങനെ ഈ ലോകത്തേക്ക് എൻ്റർ ആകുമ്പോൾ ആ മിമ്മിൻ കുഞ്ഞിനെ താലോലിക്കുന്ന ശബ്ദം ഇയാൾ കേൾക്കും. അപ്പൊ ബീഡിത്താത്ത പറയാണ്, മിമ്മിൻ, നിനക്ക് സംഭവിച്ച ഒരു വിപത്താണ്, നിന്റെ മരണത്തിന് ഈ കുടുംബം ഉത്തരവാദികളല്ല, അവരെ വെറുതെ വിട്ടേക്ക്, അവരുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക്, നിനക്ക് നടന്ന ദ്രോഹം അതിനിതല്ല പരിഹാരം. മിമ്മിൻ പറയുന്നത് കേൾക്ക്, അവര് പാവങ്ങളാണ്. ഇങ്ങേര വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇവളെ പണ്ട് പൂട്ടിയിട്ട സെല്ലിനകത്തേക്ക് പോകും, ആ സെൽ ഹൗസിനകത്തേക്ക്. അപ്പൊ അവിടെ ഈ പെണ്ണിനെ പണ്ട് കാലത്ത് എങ്ങനെയാണോ പൂട്ടിയിട്ടത്, ചെയിനിട്ട് കാലില് മുറുക്കിയിട്ടത്, ആ അവസ്ഥയിൽ ആ പ്രേതം ഇരിപ്പുണ്ടാവും. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, ഞാൻ ഒരുപാട് സ്നേഹിച്ച ആഗ്രഹിച്ച എന്റെ പ്രിയതമൻ തന്നെ എന്റെ ഈ അവസ്ഥയുടെ കാരണക്കാരനായി. എനിക്കിനി ആരുമില്ല, എന്റെ വേദന കാണാൻ ആരുമില്ല, എനിക്ക് മരിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ കുഞ്ഞ് അതിനെങ്ങനെയെങ്കിലും പ്രസവിക്കണം, അതിനെ വളർത്തണം, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും, ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും. ഈ പല്ലികൾ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ, മറ്റാരുമില്ല. അതിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. ആരുമില്ലാതെ രോഗവും ബാധിച്ച് വയറ്റില് കുഞ്ഞിനെ ഏന്തി ആ പെണ്ണ് നരകിച്ചാണ് മരിച്ചത്. ബീഡിത്താത്തൻ കെഞ്ചി ചോദിക്കും, ആ കുട്ടിയെ വെറുതെ വിടാൻ ഞങ്ങൾ എന്ത് പരിഹാരമാണ് നിനക്ക് ചെയ്തു തരേണ്ടത്? പെട്ടെന്ന് ആ പ്രേതം അപ്പൂപ്പന്റെ അടുത്ത് വന്ന് വായും പൊളിച്ച് പറയാണ്, എന്റെ സ്ഥലം എനിക്ക് വിട്ടുതരിക, അവരാരും ഇനിയിവിടെ ഉണ്ടാവാൻ പാടില്ല, ഞാനിവിടെ സമാധാനത്തോടെ കഴിഞ്ഞോളാം. ഇതും പറഞ്ഞ് പ്രേതം മറഞ്ഞുപോയി. പ്രസന്റിലേക്ക് മുത്തച്ഛൻ തിരിച്ചു വരുമ്പം ഇവരെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങേര് പറയും, നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകണം. അവൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം നമ്മളോട് കനിയും. പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങുക. ഉടനെ കരണ്ടും പോയി. ഈ പ്രേതം ഹാളി വന്ന് ഇരുന്ന് വായയിൽ കറുത്ത തുപ്പലും വെച്ചിട്ട് ഇവരെ നോക്കി ഇങ്ങനെ എന്നും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. ഉടനെ മുത്തശ്ശൻ കുടുംബത്തേക്ക് മറച്ച് മുന്നിലേക്ക് ചെന്നിട്ട്, മിമിൻ, നീ ഇപ്പൊ വേറെ ലോകത്താണ്, പറയുന്നത് കേൾക്ക്, ഈ കുടുംബത്തെ വെറുതെ വിട്, നിനക്ക് വേണ്ടത് എന്താണെങ്കിലും ഞങ്ങൾ ചെയ്തുതരാം, പരിഹാരം ഞങ്ങൾ ചെയ്തുതരാം. ഇങ്ങേര് ആ പ്രേതത്തിനടുത്തേക്ക് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ പുള്ളിയെ കാണുന്നില്ല. പുള്ളിയുടെ കൂടെ ചെന്ന ആ 2 അപ്രസെന്റികളെയും കാണുന്നില്ല. അവർ കണ്ണുമിഴിക്കുമ്പം ഒരു അപ്രസെന്റ് ഏതോ കാട്ടില്, മറ്റവൻ വേറെ ഏതോ കാട്ടില്. ആ മരംഭൂതത്തിനെ കണ്ടില്ലേ, അയാൾ ഇറങ്ങി വന്ന് ഈ ചെറിയവനെ പേടിപ്പിക്കും. അവൻ പേടിച്ചറണ്ട് കൂരിട്ട് കാടിനകത്തേക്ക് ഓടിപ്പോവും. നമ്മുടെ എലുമ്പം കണ്ണു തുറക്കുമ്പോൾ അവനൊരു ശ്മശാനത്തിലായിരിക്കും. അവൻ കാല് ചവിട്ടിയത് നീളമുള്ളൊരു മുടിയില്. മുടി പൊക്കി നോക്കുമ്പോൾ അതിന്റെ അറ്റത്ത് ആ മിമിൻ പ്രേതം മുഖം തളച്ച അവസ്ഥയിൽ 3-4 എണ്ണം ഇവന് ചുറ്റും വരുന്നുണ്ട്. അതിനെ കണ്ട് പേടിച്ചിവൻ മരത്തി ഇടിച്ച് ബോധം കെട്ട് വീഴും. ഇവിടെ വീട്ടിലാണെങ്കിൽ വീടിന്റെ കതവെല്ലാം ലോക്കായി ഡാഡിയും കുടുംബം അകത്ത് വിട്ടുപോയിരിക്കുക. ഡാഡി മരുമോനെയും വിളിച്ചു കൂട്ടി 2 പേരും കൂടെ കതവ് ചവിട്ടിപ്പൊളിക്കും. അപ്പൊ ഈ കുഞ്ഞിന്റെ കരച്ചില് സെല്ലാർ മുറിന്ന് കേൾക്കാം. ഡാഡി ഓടിച്ചെന്ന് സെല്ലാർ മുറി തുറക്കാൻ നോക്കുമ്പോൾ മരുമോന്റെ മണ്ടയിലേക്ക് മരം ഒടിഞ്ഞു വീഴും. അതിൽപ്പെട്ട് അനങ്ങാൻ കഴിയാതെ അവൻ പെടയാണ്. ആ സമയത്ത് അമ്മ മോനെയും വിളിച്ചുകൊണ്ട് വന്ന് ഈ സെല്ലാർ മുറി തുറക്കാൻ നോക്കുന്നുണ്ട്.
അകത്തുനിന്നാണ് കുഞ്ഞ് കരയുന്നത്. മോനൊരു മഴ കൊണ്ടുവന്ന് കൊടുക്കും. ആ മുറി താഴിട്ട് പൂട്ടിയിരിക്കുകയായിരിക്കും. അത് വെട്ടിപ്പൊളിച്ചാലേ അകത്ത് കയറാൻ പറ്റും. വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ ഈ മിമിൻ എവിടെയാണോ ഇരുന്നിരുന്ന് അവിടെ ആ കൊച്ചിനെ വെച്ചിട്ടുണ്ട്. ഇവരോടി ചെന്ന് കൊച്ചിനെ പൊക്കിയെടുക്കുകയാണ്. ഭാഗ്യത്തിന് കുഞ്ഞിനൊരാപത്തും ഇല്ലാതെ ഇവർക്ക് തിരിച്ചു കിട്ടി. കുടുംബം സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങും. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് മിമിൻ കൊച്ചിനെ ഇവർക്ക് തിരിച്ചു കൊടുത്തു. ഇവിടെ നോക്കുമ്പോൾ മുത്തശ്ശനും കാട്ടി ഓടിപ്പോയ ചെറിയവനും തിരിച്ചു വന്ന് എല്ലനെ പൊക്കിയെടുത്തു. മുത്തശ്ശൻ രണ്ടുപേരെയും കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തിയതാ. എന്നിട്ട് അയാളും ആ ശ്മശാനത്തിലുള്ള വലിയ മരത്തെ നോക്കി, മൂത്താപ്പാ, നിങ്ങളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾ മിമിന് വേണ്ടി കാത്തിരുന്നു. ഇനി നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവില്ല. ഇനി സമാധാനത്തിന്റെ സമയമാണ്. ആ മരം പ്രേതം ഇതെല്ലാം കേട്ട് മരത്തിന്റെ മണ്ടേ സാമിയാരെ പോലെ ഇരിപ്പുണ്ട്. ഇത് കണ്ട് ഈ ചെക്കന്മാര് പേടിച്ചിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശ, ശരിക്കും ആരാണ് അയാള്? മുത്തശ്ശൻ പറയും, ഇങ്ങേര് കാലങ്ങളായി ഇവിടെ മിമിന് വേണ്ടി കാത്തിരിക്കുന്ന മിമിന്റെ യഥാർത്ഥ കെട്ടിയവനാണ്. അതായത് ആ മിമിൻ പ്രേതവും ഈ മരം ഭൂതവും ഒരു കാലത്ത് പുരുഷനും പൊണ്ടാട്ടിയുമായിരുന്നു. അവര് സന്തോഷമായി കുടുംബമായിട്ട് കഴിയുമ്പോഴാണ് ഈ ഡച്ചുകാരൻ സായിപ്പ് അങ്ങോട്ട് വന്ന് സായിപ്പിനെ കണ്ട് മിമിന് ലവ് ഇളകി. സായിപ്പിന്റെ കൂടെ അവിഹിത ബന്ധം പ്രണയസാഗര മൂഴിയിൽ ഇറങ്ങിപ്പോയി. സായിപ്പിന്റെ കൊച്ചിനെ വയറ്റിലുമായി സായിപ്പ് കൊണ്ടുപോയി പൂട്ടിയിട്ടു. അപ്പോഴൊക്കെയും മിമിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ആദ്യ ഭർത്താവ്. മിമിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഈ ആദ്യ ഭർത്താവ്. ഈ പെണ്ണൊരു ഫ്രോഡ് സായിപ്പിനെയും സ്നേഹിച്ച് പള്ളയിലായി, ജയിലിലായി, അവിടെ കിടന്ന് കരയുക. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവൻ എന്നെ പറ്റിച്ചെന്നും പറഞ്ഞു. ഇയാൾ ഇവിടെ മരത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കുറെ കാലമായിട്ട്. ഇയാൾ കാത്തിരുന്ന് ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഇയാൾ മരണപ്പെട്ടു. അവിടെ കിടന്ന് ആ പാട്ടിയും മരിച്ചു. അപ്പൊ ഈ രാജാത്തി എന്ന് പറഞ്ഞ് കാത്തിരുന്നത് ആ മിമിൻ പാട്ടീനെയായിരുന്നു. ആശ തീരാത്ത പ്രേതങ്ങളായിട്ട് രണ്ടുപേരും അവിടെ ഇവിടെയുണ്ട്. മിമിൻ എന്തെങ്കിലും ഏടാകൂടം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങേരാണ് സഹായിക്കുക നാട്ടുകാരെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തെയും സഹായിച്ചു. അടുത്ത പ്രഭാതം പുടർന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ ആൾക്കാർ അവർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ കപ്പയും കട്ടൻ ചായയും കഴിച്ചിട്ട് പറയുക, മിമിൻ തന്റെ അവസാന നാളുകൾ ഈ സെല്ലാർ മുറിയിലാണ് കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഈ സ്ഥലം അവളുടേതാണ്, അവൾക്ക് സ്വന്തമാണ്. അവിടെ വേറെ ആരെങ്കിലും കുടിയേറി താമസിക്കുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. സോ എത്രയും പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെ അപ്പൂപ്പൻ അഡ്വൈസ് കൊടുത്തു. അവരതിന് സമ്മതമാണെന്നും പറയും. ഈ നേരത്ത് മോള് അമ്മയോട് നന്ദി പറയാം. എങ്ങനെ ഒരു പെണ്ണായിരിക്കണം, എങ്ങനെ ഒരു നല്ല അമ്മയായിരിക്കണം എന്നുള്ളത് അമ്മയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമ്മയ്ക്ക് വേണ്ടി ശരിക്കും ഒരു അമ്പലം തന്നെ പണിയാം. അമ്മയുടെ കഷ്ടപ്പാടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അതിന് വില നൽകിയില്ല. ഇപ്പം ഞാൻ അറിയുന്നുണ്ട്. അപ്പം അമ്മ പറയും, ഒരു മാതാവാകുന്നതിന് ഇവിടെ ആരും സ്കൂൾ നടത്തുന്നില്ല. നമ്മളതായി തന്നെയാണ് പഠിക്കുന്നത്. നീ ഒരു നല്ല അമ്മയായിരിക്കും, എന്നെക്കാട്ടിലും നല്ല അമ്മയായിരിക്കും. എന്ന് എൻ്റെ മോള് പുറപ്പെട്ടോ, നമുക്ക് പോവാന്നും പറഞ്ഞ് ഇവരെല്ലാം കെട്ടി പിറക്കി ആ നാട് വിട്ട് പോവാണ്. നമ്മുടെ അപ്രസൻറ്റികൾ കുറെ കരഞ്ഞ് അഭിനയിക്കുന്നൊക്കെയുണ്ട്. അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇവർ കെട്ടിപ്പിറക്കി സ്വന്തം നാട്ടിലേക്ക്, പഴയ നാട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പ്രസന്റിലേക്ക് ഇന്നേ ദിവസത്തേക്ക് തിരിച്ചു വരുന്നു. ആ ഡാഡിയുടെ അതേ മോന്തയുള്ള ഈ മകനാണ് നേരത്തെ കണ്ട കൊച്ചുമകൻ. കയ്യിലുള്ളത് വയലിനാണല്ലേ. അവൻ ആ വയലിനും കയ്യിൽ പിടിച്ചിട്ട് പറയും, ഇതായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഒരു വർഷം നടന്ന കഥ, പ്രേതകഥ. പക്ഷെ ആ പ്രേതകഥ കൊണ്ടൊന്നും ഞാൻ പ്രേതത്തിന് പേടിക്കില്ല. ഞാനൊരു ധീരശാലിയായിട്ട് വളർന്നിരിക്കുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണമല്ലോ. എൻ്റെ അപ്പൻ്റെ വീട്ടിലെ പ്രേതം അതൊരു കെട്ടുകഥ മാത്രമാണ്. ഞാൻ പേടിക്കില്ല. ഈ വീട് ശരിയാക്കി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവൻ ഇളിച്ചോണ്ടിരിക്കുമ്പം പുറകീന്ന് മിമിൻ ഇവനിങ്ങനെ നോക്കുന്നുണ്ടാവും. വാടക്കുട്ടാവാ, വാടച്ചകരെ. അവിടെ വെച്ച് ഫാദേഴ്സ് ഹോണ്ടഡ് ഹൗസ് എന്ന സിനിമ അവസാനിക്കുന്നു. ടുടുൻ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഒരു കഥയില്ലാത്ത കഥ പറയുമ്പോൾ ഒരുപാട് എക്സ്ട്രാ കഥ ഉണ്ടാക്കി പറയണം. വലിയ തൊല്ലയാത്. എന്തായാലും കാണുന്നവരൊക്കെ ഓരോ ലൈക്ക് ഇടാൻ മറക്കണ്ട, കുറെ കമന്റും ചെയ്യും. ആ ഒരു ദീനരോധനം അങ്ങോട്ട് തീരട്ടെ. നല്ല പടമാണത്, നല്ല പടം. ഇഷ്ടപ്പെടാത്തവൻ മണ്ടൻ. അതുകൊണ്ട് ലൈക്ക് അടിക്കുക. അടുത്തൊരു അടിപൊളി കഥയായിട്ട് ഞാൻ ഓടി വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.